വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ്. ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ബില്ലിന് ആധാരമെന്നും കിരൺ റിജിജു പറഞ്ഞു. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിന് ഇന്ത്യ സഖ്യം എതിർത്തു. വഖഫ് ബോർഡിന്റെ അമിതമായ അധികാരപരിധി വെട്ടിക്കുറയ്ക്കുന്ന നിർണായക ബില്ലാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. വഖഫ് സ്വത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുക, വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുക, 2 മുസ്ലിം ഇതര മതവിഭാഗക്കാരെ ബോർഡിൽ അംഗമാക്കുക, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ബിൽ. सुप्रीम कोर्ट का एक केस का मैं हवाला देना चाहूंगा, ब्रह्मचारी वर्सेस स्टेट ऑफ वेस्ट बंगाल। इसमें सुप्रीम कोर्ट ने क्लियरली रिलीजियस डिनोमिनेशन के बारे में रूलिंग दिया गया है और उस रूलिंग के तहत वक्फ बोर्ड doesn't fall within the purview of Article 25 and 26 of the Constitution of India. വഖഫ് സ്വത്തുക്കളുടെ കൃത്യമായ നടത്തിപ്പിന് നിയമ ഭേദഗതി അനിവാര്യമെന്നും ബില്ലിലെ വ്യവസ്ഥകൾ വനിതകളെ സഹായിക്കുമെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. മാഫിയ ഭരണം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതേസമയം ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും മുസ്ലിം വിരുദ്ധമെന്നും ഇന്ത്യ മുന്നണി ആരോപിച്ചു. ഇതര മതവിഭാഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥയെ വിമർശിച്ച KC വേണുഗോപാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിമിനെ ഇരുത്തുമോ എന്ന് ചോദിച്ചു. എന്നാൽ വഖഫ് ബോർഡ് ആരാധനാലയം അല്ലെന്നായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യുക, ഇതര മതവിഭാഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുക എന്നിവ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കിരൺ റിജിജു പ്രതിപക്ഷ ബഹളത്തെ പ്രതിരോധിച്ചത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും ഇത് വലിയ തിരിച്ചടിയായി. ജനം, ഡൽഹി.